രാവിലെ 3 മണിക്ക് ഇങ്ങനെ മുന്നിൽ വന്ന് വിട്ടു. എന്നെ ആക്രമിച്ചൊന്നുമില്ല. കുറേ നേരം ലൈറ്റ് അടിച്ച് പിടിച്ചു. പിന്നെ ഞാൻ പുറകോട്ട് പതുക്കെ പോയി തിരിഞ്ഞു ഓടുകയായിരുന്നു. ഇന്നിപ്പോൾ കണ്ടേക്കുന്നത് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് കണ്ടേക്കുന്നത്. ക്യാമറ വെക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ വെക്കണം എന്നൊരു തീരുമാനത്തിലാണ്. അധികൃതർ ഇതിന് അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ജനങ്ങളെ ഭീതി അകറ്റണം. നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പരിയാപുരം എന്ന പ്രദേശത്താണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണ്. കുറച്ചധികം ദിവസങ്ങളായി ഈ ഒരു പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ എത്തി നിൽക്കുന്നത് വാർത്താച്ചിറ ജെയിംസിന്റെ റബ്ബർ തോട്ടത്തിലാണ്. പുലി ആക്രമിച്ച രീതിയിലുള്ള കുറുക്കന്റെ ശരീര അവശിഷ്ടങ്ങൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഇത് കൂടുതൽ ദൃഢമായി പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ്. ജനങ്ങളെല്ലാം വലിയ പരിഭ്രാന്തിയിലാണ്. ഈ പ്രദേശത്ത് ജോലി ചെയ്യാൻ പ്രയാസമുള്ള ഒരു സാഹചര്യമുണ്ട്. കാർഷിക മേഖലയാണ്. റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ തടസ്സപ്പെട്ടിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അങ്ങാടിപ്പുറം പരിയാപുരത്ത് 16-ാം വാർഡിൽ കഴിഞ്ഞ ദിവസമാണ് പുലിയുടേതിന് സമാനമായ ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പരിയാപുരത്തുകാർ പുലിഭീതിയിലാണ്. ഇന്നലെ പുലി ഭക്ഷിച്ച രീതിയിൽ കുറുനരിയുടെ ശരീരാവശിഷ്ടങ്ങളും പ്രദേശവാസികൾ കണ്ടെത്തിയിരുന്നു. പരിയാപുരം കിഴക്കേമുക്കിൽ വാർത്താച്ചിറ ജെയിംസിന്റെ റബ്ബർ തോട്ടത്തിലാണ് പുലി തിന്നിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുറുനരിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ ഇങ്ങനെ പുലി ഇറങ്ങുന്നൊരു 6 മാസം മുമ്പേ ഇങ്ങനെ കണ്ടു. രണ്ടാമത് ഇപ്പോൾ 3-4 സ്ഥലത്ത് ഇങ്ങനെ കണ്ടു. ഇന്നലെ ഇവിടെ ഒരു കുറുനരിയനെ ഇങ്ങനെ പിടിച്ച് പകുതി ഭക്ഷിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു 6 മാസം മുന്നേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങിയ സമയത്ത് രാവിലെ 3 മണിക്ക് ഇങ്ങനെ മുന്നിൽ വന്ന് വിട്ടു. എന്നെ ആക്രമിച്ചൊന്നുമില്ല. കുറേ നേരം ലൈറ്റ് അടിച്ച് പിടിച്ചു. പിന്നെ ഞാൻ പുറകോട്ട് പതുക്കെ പോയി തിരിഞ്ഞു ഓടുകയായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം ആൾക്കാർ കണ്ടപ്പോൾ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നല്ല ഇതായി, പേടിയായി. ടാപ്പിങ്ങുകാർക്ക് ഇവിടെ ഇറങ്ങി ടാപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലി തന്നെയാണോ എന്ന സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പരിയാപുരത്തുകാർ പുലിഭീതിയിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാളുകൾ 4 കഴിഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അധികൃതരും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ട് നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇന്നിപ്പോൾ കണ്ടേക്കുന്നത് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് കണ്ടേക്കുന്നത്. ക്യാമറ വെക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ വെക്കണം എന്നൊരു തീരുമാനത്തിലാണ്. പക്ഷെ കാണുന്ന സ്പോട്ടിലല്ല പിന്നെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അടിയന്തരമായത് ആലോചിച്ചിട്ട് അതിന് വേണ്ടത്ര ജനങ്ങളെ ആശങ്ക അകറ്റാനുള്ള നിയമ നടപടികൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഇല്ലാതെ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ പറയുന്നു. കാർഷിക മേഖലയാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ പശു, ആട് കൃഷി അങ്ങനെയുള്ളതൊന്നും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അപ്പോൾ അധികൃതർ ഇതിന് അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ജനങ്ങളെ ഭീതി അകറ്റണം. അല്ലാത്ത പക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ നാട്ടുകാർ കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യക്ഷ സമരപരിപാടിയുമായിട്ട് ഒരു പ്രതിഷേധ സമരപരിപാടിയായിട്ടും മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. പുലിഭീതിയിൽ നിന്നും പരിയാപുരത്തുകാർക്ക് ഇനി രക്ഷകരായി മാറേണ്ടത് ഉദ്യോഗസ്ഥരും അധികൃതരുമാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.